ജീവിതം മടുത്തു തുടങ്ങിയിരുന്നു അയാൾക്ക്. ഇനി പിടിച്ചു നിൽക്കാൻ വയ്യ. ഒരു പ്രശ്നം തീരും മുമ്പ് അടുത്തത് വന്നു കഴിയും. അയാൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവമേ, ഈ കുരിശൊന്ന് മാറ്റിത്തരണേ. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്കൊക്കെ എത്ര സുഖമായാണ് ജീവിക്കുന്നത്. എനിക്ക് മാത്രം എന്തേ ഇത്ര ദുരിതം? ഇത് താങ്ങാൻ വയ്യല്ലോ. രാവും പകലുമുള്ള അയാളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരു രാത്രിയിൽ വിഷമം താങ്ങാനാവാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അയാളുടെ ചെവിയിൽ ഒരു ശബ്ദം മുഴങ്ങി. മകനെ, നിൻ്റെ കുരിശ് ഞാൻ മാറ്റിത്തരാം. നീ പുറത്തേക്ക് ഇറങ്ങി നോക്കുക. അവിടെ നിനക്ക് ഒരുപാട് കുരിശുകൾ കാണാനാവും. അതിലിഷ്ടമുള്ളത് നീ എടുത്തുകൊള്ളുക. സന്തോഷത്തോടെ പുറത്തിറങ്ങിയ അയാളുടെ മുമ്പിൽ അനേകം കുരിശുകൾ. സന്തോഷവും അത്ഭുതവും നിറഞ്ഞ മിഴികളോടെ അയാൾ സ്വന്തം കുരിശ് താഴെ വെച്ച് മറ്റു കുരിശുകൾക്ക് നേരെ നടന്നു. അതാ മുന്നിൽ രത്നങ്ങളും പവിഴങ്ങളും പതിപ്പിച്ച മനോഹരമായ ഒരു സ്വർണ്ണക്കുരിശ്. ആവേശത്തോടെ അത് ഉയർത്താൻ ശ്രമിച്ച ആൾക്ക് പക്ഷേ അതിൻ്റെ ഭാരം താങ്ങാൻ പറ്റിയില്ല. അതൊന്ന് അനക്കാൻ പോലും പറ്റാതെ താഴേക്ക് വീണ അയാൾ അത് ഉപേക്ഷിച്ചു. ചുറ്റും നോക്കി. അപ്പോഴാണ് മുന്നിൽ സുന്ദരങ്ങളായ റോസാപ്പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട മറ്റൊരു കുരിശ് കണ്ടത്. അതിന് ഭാരമുണ്ടാവില്ലെന്ന സന്തോഷത്താൽ അയാൾ ആ കുരിശെടുത്തു. എന്നാൽ പൂക്കൾക്ക് പിറകിൽ മറഞ്ഞിരുന്ന മുള്ളുകൾ കുത്തിക്കയറി രക്തം പൊടിയാൻ തുടങ്ങി. ഇതെങ്ങനെ തോളിലേറ്റും എന്ന ചിന്തയിൽ അയാൾ അത് ഉപേക്ഷിച്ചു. അങ്ങനെ അയാളെ പ്രലോഭിപ്പിച്ച പല കുരിശുകളും അയാൾ മാറി മാറി എടുത്തു നോക്കി. എന്നാൽ ഒന്നും അയാൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അയാൾ തിരഞ്ഞ് ഒരു മൂലയിൽ ചാരി വെച്ചിരുന്ന ഒരു കുരിശെടുത്തു. ഇതൊക്കെ ഭാരവും വലിപ്പവും ഒക്കെ താങ്ങാവുന്നത് തന്നെ. അതെടുത്ത് അയാൾ തോളിൽ വെച്ചു. പെട്ടെന്നാണ് ആദ്യം കേട്ട ശബ്ദം വീണ്ടും കേട്ടത്. മകനെ, നീ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച അതേ കുരിശ് തന്നെയാണ് നീ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിനക്ക് താങ്ങാൻ പറ്റുന്ന കുരിശ് ആണ് ആദ്യം തന്നെ നിനക്ക് ഞാൻ നൽകിയിരുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ തോളിന് വഹിക്കാനാവുന്ന ഭാരം മാത്രമാണ് ഞാൻ നൽകുന്നത്. പരാതിയില്ലാതെ അത് ചുമന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ കടമ ചെയ്തു തീർക്കുക. അതെ, നമ്മൾ പലരും ഇങ്ങനെ തന്നെയല്ലേ? എന്തിനെനിക്ക് ഈ കുരിശ്? ദൈവമേ, ഞാൻ എന്തിനിത് ചുമക്കണം എന്നൊക്കെ ചിന്തിക്കാറില്ലേ? പരാതിപ്പെടാറില്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കി അവർക്കൊക്കെ എന്ത് സുഖമാണ്, ഒരു ദുഃഖവുമില്ല എന്ന് നെടുവേർപ്പെടാറില്ലേ? പക്ഷേ നമ്മളറിയണം, നമുക്ക് താങ്ങാനാവുന്ന സങ്കടങ്ങളെ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. മറ്റുള്ളവരുടെ കുരിശിൻ്റെ ഭാരം ഒരുപക്ഷെ നമ്മുടേതിനേക്കാൾ വലുതാവാം. നമുക്കത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. നമുക്ക് ദൈവം തന്ന ജീവിതം തൃപ്തിയോടെ ജീവിച്ചു തീർക്കാൻ ശ്രമിക്കുക. എപ്പോഴും സമാധാനത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. എന്തിനും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക.